വിസർജനം സമസ്ഥിതി പാലനത്തിന് എന്ന നമ്മുടെ 5-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഇത് നമ്മുടെ 2-ാമത്തെ പാർട്ടിലെ ആദ്യത്തെ അധ്യായമാണ്. എല്ലാവരും ശാസ്ത്രപുസ്തകം എടുത്ത് റെഡിയായില്ലേ? നമുക്ക് 5-ാമത്തെ അധ്യായം പഠിച്ചു തുടങ്ങാം. ഈ ചിത്രം നോക്കൂ. ഇവിടെ മാലിന്യ കൂമ്പാരങ്ങൾ കാണുന്നില്ലേ? ഈ മാലിന്യ കൂമ്പാരങ്ങൾ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും? കൊതുക് പെരുകാൻ കാരണമാകും, പകർച്ചവ്യാധികൾ ഉണ്ടാകും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും. ഇതെല്ലാം നമ്മൾ എങ്ങനെ മറികടക്കും? പാഴ്വസ്തുക്കളുടെ സംസ്കരണം, പുനരുപയോഗം, പുനഃചംക്രമണം എന്നിവയിലൂടെ നമ്മുടെ ബാഹ്യ പരിസരം മാലിന്യമുക്തമാക്കാം. അതുപോലെ ബയോഗ്യാസ് പ്ലാന്റ്, മണ്ണിര കമ്പോസ്റ്റ് എന്നിവയിലൂടെയും നമുക്ക് നമ്മുടെ പരിസരം വൃത്തിയാക്കാൻ സാധിക്കും. ജീവജാലങ്ങളുടെ സുസ്ഥിതിക്ക് ബാഹ്യ പരിസരം മാലിന്യമുക്തമായി സംരക്ഷിക്കണം. നമ്മുടെ ആന്തര പരിസ്ഥിതിയിൽ മാലിന്യങ്ങൾ ഉണ്ടാകില്ലേ എന്ന് വച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മാലിന്യങ്ങൾ ഉണ്ടാവില്ലേ? ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. ഇവ നിശ്ചിത അളവിലും കൂടുതലാകുന്നത് ശരീരത്തിന് ഹാനികരമാണ്. അമിനോ ആസിഡുകളുടെയും ന്യൂക്ലിക് ആസിഡുകളുടെയും ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തങ്ങൾ ശ്വസന പ്രക്രിയയുടെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയാണ് മനുഷ്യനിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ. ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. ഇത് ആന്തര സമസ്ഥിതി പാലനത്തിനുള്ള മാർഗങ്ങളിൽ ഒന്നാണ്. കോശങ്ങളിൽ ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കൾ എങ്ങനെയാണ് വിസർജനാവയവങ്ങളിൽ എത്തുന്നത്? കോശങ്ങളിൽ നിന്ന് ടിഷ്യൂ ദ്രവത്തിലെത്തുന്നു, ടിഷ്യൂ ദ്രവത്തിൽ നിന്ന് രക്തത്തിലെത്തുന്നു, രക്തത്തിൽ നിന്ന് വിസർജനാവയവങ്ങളിലേക്ക് എത്തുന്നു. നമ്മുടെ വിസർജനാവയവങ്ങൾ ഏതെല്ലാമാണ്? രക്തത്തിൽ നിന്ന് വിസർജ്യ വസ്തുക്കൾ നീക്കം ചെയ്ത് ആന്തര സമസ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ത്വക്ക് അഥവാ തൊലി, ജലവും ലവണങ്ങളും പുറന്തള്ളുന്നു. രണ്ടാമത്തേത് ശ്വാസകോശം, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. മൂന്നാമത്തേത് കരൾ, യൂറിയ നിർമ്മാണമാണ് കരളിൻ്റെ ജോലി. നാലാമത്തേത് കിഡ്നി അല്ലെങ്കിൽ വൃക്ക, യൂറിയയും ജലവും പുറന്തള്ളുന്നു. പ്രധാന വിസർജനാവയവങ്ങളും അവയുടെ മുഖ്യധർമ്മങ്ങളും മനസ്സിലാക്കിയല്ലോ. ഇവ എങ്ങനെയാണ് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായകരമാവുന്നത്? കരൾ ഒരു മാലിന്യ സംസ്കരണശാലയാണ്. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാവുന്ന വിഷവസ്തുവായ അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നത് ഇതിന് ഒരു ഉദാഹരണമാണ്. കരൾ എങ്ങനെയാണ് യൂറിയ നിർമ്മിക്കുന്നത്? പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. ഇവയുടെ ഉപാപചയ പ്രവർത്തന ഫലമായി നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളും രൂപപ്പെടുന്നു. ഇവയിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ. ഇത് ഉടൻ തന്നെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട്. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുന്നു. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയയായി മാറുന്നു. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് എൻസൈമുകളുടെ സഹായത്തോടെ യൂറിയ ഉണ്ടാക്കുന്നു. അതാണ് യൂറിയ നിർമ്മാണം. യൂറിയ നിർമ്മാണത്തിന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മനസ്സിലായില്ലേ? പുറത്തേക്ക് കളയേണ്ട കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ കുറച്ച് ഉപയോഗിച്ചു കഴിഞ്ഞു. ഇതുപോലെ മറ്റ് പല ജീവൽ പ്രവർത്തനങ്ങൾക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ
ഇതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് ആന്തര സമസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. ശരീരത്തിൽ നിന്ന് യഥാസമയം കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുക തന്നെ വേണം. വിഷവസ്തുക്കളുമായുള്ള വർദ്ധിച്ച സമ്പർക്കം കരൾ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. എന്നാൽ കരളിന് മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട്. കരളിൻ്റെ പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കുന്നത് അന്തിമമായി കരളിൻ്റെ നാശത്തിലേക്ക് നയിക്കും. ആൽക്കഹോൾ ശരീരത്തിൽ എത്തുമ്പോഴും കൃത്രിമ ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ കരളാണ് നശിച്ചു പോകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവയും ശരീരത്തിൽ നിന്ന് പുറന്തള്ളണം. നമ്മുടെ ത്വക്കിൻ്റെ ജോലി നമുക്ക് നോക്കാം. എന്താണ് ത്വക്കിൻ്റെ ജോലി? വിയർപ്പിനെ രൂപപ്പെടുത്തുന്നു. എങ്ങനെയാണ് വിയർപ്പുണ്ടാകുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വേദഗ്രന്ഥികളുടെ അടിഭാഗം രക്തലോമികകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്തു കൂടി രക്തം ഒഴുകുമ്പോൾ രക്തത്തിൽ നിന്നും ലവണങ്ങളും ജലവും സ്വേദഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് വിയർപ്പ് തുള്ളികളായി ത്വക്കിൻ്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ശരീര താപനില ക്രമീകരിക്കലാണ് വിയർക്കലിൻ്റെ മുഖ്യ ലക്ഷ്യം. വിയർപ്പിലൂടെ വളരെ ചെറിയൊരളവ് മാലിന്യങ്ങൾ മാത്രമാണ് പുറന്തള്ളപ്പെടുന്നത്. ശരീരത്തിൽ നിന്നും യൂറിയയും ലവണങ്ങളും ജലവും പ്രധാനമായും പുറന്തള്ളുന്നത് മൂത്രത്തിലൂടെയാണ്. രക്തത്തിൽ നിന്നും മൂത്രം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഇതിനെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലെ അവയവം ഏതാണ്? വൃക്കകളാണ് രക്തത്തിൽ നിന്നും മൂത്രത്തെ പുറന്തള്ളാൻ സഹായിക്കുന്നത്. വൃക്കകളാണ് മനുഷ്യനിലെ പ്രധാന വിസർജനാവയവങ്ങൾ. യൂറിയ, വിറ്റാമിനുകൾ, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവങ്ങളാണ് വൃക്കകൾ. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത്. പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഓരോ വൃക്കയും ഉറപ്പും മാർദ്ദവവുമുള്ള ഒരു ആവരണത്താൽ പൊതിഞ്ഞിരിക്കുന്നു. മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴി ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിലെത്തുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം വൃക്കസിര വഴി മഹാസിരയിലേക്ക് എത്തുന്നു. വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിലെത്തുന്നു. അവിടെ നിന്നും മൂത്രനാളി വഴി പുറന്തള്ളുന്നു. വൃക്കയും അനുബന്ധ ഭാഗങ്ങളും അടങ്ങിയ ഈ ചിത്രീകരണം നിങ്ങൾ ഉചിതമായി പൂരിപ്പിക്കുമല്ലോ. അതിൻ്റെ സ്ഥാനം, ആകൃതി, രക്തം എത്തിക്കുന്ന കുഴൽ, രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ, മൂത്രസഞ്ചിയിലേക്ക് മൂത്രം എത്തിക്കുന്ന കുഴൽ എന്നിവയെല്ലാം അവിടെ എഴുതി ചേർക്കാൻ മറക്കരുതേ. വൃക്കകൾ രക്തത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതെങ്ങനെ എന്നറിയാൻ വൃക്കയുടെ ആന്തരഘടന മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഏതാണ്ട് 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട്. ഇവയാണ് നെഫ്രോണുകൾ. നെഫ്രോണുകളാണ് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ. വൃക്കയുടെ ആന്തരഘടന വിശദമാക്കിയിരിക്കുന്ന ചിത്രീകരണം നോക്കൂ. കോർട്ടെക്സ് വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്ന ഭാഗമാണ് കോർട്ടെക്സ്. മെഡുല്ല വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗമാണ്. നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല. പെൽവിസ് അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ്. വൃക്കകളിൽ നെഫ്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 12 ലക്ഷത്തോളം നെഫ്രോണുകളാണ് ഇങ്ങനെ സൂക്ഷ്മമായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഒരു നെഫ്രോണിൻ്റെ ഘടന നമുക്ക് വിശദമായി പഠിച്ചാലോ. ഒരു നെഫ്രോണിൻ്റെ ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ.
ഗ്ലോമറുലസ്, ബാഹ്യനളിക ലോമിക ജാലം, ഇഫറന്റ് വെസൽ, അഫറന്റ് വെസൽ, വൃക്കനളിക, ശേഖരണനാളി എന്നിവ. ഇനി ഓരോ ഭാഗങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പഠിക്കാം. ആദ്യത്തേത് ബൊമാൻസ് ക്യാപ്സ്യൂൾ. നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് ക്യാപ്സ്യുലാർ സ്പേസ് എന്നറിയപ്പെടുന്നത്. ഇഫറന്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴലാണ്. അഫറന്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കധമനിയുടെ ശാഖയാണ്. ഗ്ലോമറുലസ് അഫറന്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മലോമികകളായി മാറിയ ഭാഗമാണ്. ബാഹ്യനളിക ലോമിക ജാലം ഇഫറന്റ് വെസലിൻ്റെ തുടർച്ചയായി വൃക്കനളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ്. വൃക്കനളിക ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണനാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ്. ശേഖരണനാളി വൃക്കനളികകൾ വന്നു ചേരുന്ന ഭാഗമാണ്. ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നു. മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നു. ഇതാണ് ഒരു നെഫ്രോണിൻ്റെ ഘടന. ഇങ്ങനെ 12 ലക്ഷത്തോളം നെഫ്രോണുകൾ അടുക്കി വച്ചിരിക്കുന്നതാണ് നമ്മുടെ വൃക്ക. നെഫ്രോണിനുള്ളിൽ മൂത്രം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.